PV അൻവർ MLA അദ്ദേഹം ഏതു പാർട്ടിക്കാരനാണ്? സത്യത്തിൽ അൻവറിന് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ പിന്തുണയുണ്ടോ? അൻവർ ഒരു പാർട്ടിയുടെ ആളല്ല. ഇവിടെയുള്ള ഒരു പാർട്ടിയിലും അൻവർ പ്രവർത്തിച്ചിട്ടുമില്ല. അദ്ദേഹത്തിന് ഒരു പാർട്ടിയിൽ അംഗത്വവുമില്ല. തൻ്റെ കാരണവന്മാർ പണ്ട് കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരായി എന്നല്ലാതെ മറ്റൊരു ബന്ധവും ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുമായി അൻവറിന് ഉണ്ടായിരുന്നില്ല. സ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് അങ്ങനെ കൂട്ടുകൂടി വിദ്യാർത്ഥി രാഷ്ട്രീയം കളിച്ചു എന്നല്ലാതെ ഇവിടെയുള്ള ഏതു പാർട്ടിയിലാണ് PV അൻവർ പ്രവർത്തിച്ചിട്ടുള്ളത്? കോടികളുടെ ബിസിനസ് നടത്തുന്ന ക്വാറി ഉടമ എന്ന രീതിയിൽ ഇങ്ങനെ സംഭാവനകൾക്കായി ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അൻവറിനെയാണ് എന്നും സമീപിച്ചിട്ടുള്ളത്. പലപ്പോഴും നേരായ മാർഗത്തിലൂടെ അല്ലാതെയുള്ള ബിസിനസ്സിന് താല്പര്യമുള്ള ഒരാളായിരുന്നു അൻവർ എന്നതിനാലാണ് പല ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുമുള്ള ചോദ്യവും പറച്ചിലും ഇടപെടലുകളുമെല്ലാം ഒഴിവാക്കാൻ അൻവർ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങുവാൻ അങ്ങനെ തീരുമാനിച്ചത്. അതും സ്വതന്ത്ര രാഷ്ട്രീയക്കാരനായിട്ട്. അൻവറിൻ്റെ തട്ടകം മുസ്ലിം ലീഗിൻ്റെ കൂടി ഒരു തട്ടകമായതിനാൽ സ്വന്തം കയ്യിലെ പൈസ മുടക്കി ഒരു സ്വതന്ത്ര രാഷ്ട്രീയക്കാരനായിട്ടാണ് അൻവർ ആദ്യമായി തിരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിയത്. സത്യത്തിൽ അൻവറിൻ്റെ ആ തുടക്കം ഇവിടെയുള്ള ഇടതുവലത് മുന്നണികളെ ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞു എന്നത് ശരിയാണ്. അൻവർ അന്ന് പിടിച്ച വോട്ടിൻ്റെ എണ്ണം നോക്കിയപ്പോൾ അവിടെയുള്ള മുസ്ലിം ലീഗിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇടിവെട്ടിയപ്പോൾ CPMൻ്റെ ഉള്ളിൽ ഒരു ലഡുവാണ് പൊട്ടിയത്. PV അൻവറിനെ വെച്ച് മലപ്പുറത്തെ ലീഗിൻ്റെ ആ കോട്ടയിൽ ഒരു വിള്ളലുണ്ടാക്കാൻ പറ്റുമോ എന്ന അങ്ങനെ ചിന്തിച്ചതാണ് CPM. നിലമ്പൂരിൽ ഇടത് സ്വതന്ത്രൻ എന്ന പരിവേഷം നൽകി LDFൻ്റെ സ്ഥാനാർത്ഥിയെ അവിടെ നിന്ന് പിൻവലിച്ച് അങ്ങനെ അൻവറിനെ സഹായിച്ച് അൻവറിനെ വിജയിപ്പിച്ച് MLA ആക്കി. CPMൻ്റെ ബുദ്ധിയും അൻവറിൻ്റെ പണവുമാണെന്ന് അൻവറിനെ രക്ഷിച്ചത്. എന്നാൽ കൊത്തി മുറത്തിൽ കയറി കൊത്തുവാൻ തുടങ്ങിയപ്പോഴാണ് അൻവറിനെ ഒന്ന് ഒതുക്കുവാൻ CPM തീരുമാനിച്ചത്. അൻവർ MLA കൂടി പങ്കാളിയായ LDFൻ്റെ ആ ഗവൺമെൻറ്റിൻ്റെ തണലിൽ ഒരുപാട് വഴിവിട്ട കാര്യങ്ങളും അൻവർ നടത്തിയിരുന്നതായി കേരളത്തിൽ ചർച്ച ചെയ്ത് അത് ബോധ്യപ്പെട്ടതുമാണ്. കുന്നിടിച്ചു നിരത്തലും റിസോർട്ട് വിവാദവും ചന്ദനം മുറിച്ച് കടത്തലുമൊക്കെ അതിൽപ്പെട്ട ചിലത് മാത്രമായിരുന്നു. ഇനി തൻ്റെ അഭിലാഷങ്ങൾ LDFിൽ നിന്ന് പൂവണിയില്ല എന്ന് പ്രത്യേകിച്ച് CPMൽ നിന്ന് അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അൻവർ തറവാടിനെ തീടും മാതിരി LDFിനെയും പിണറായി വിജയനെയും ഈ ഗവൺമെൻറ്റിനെയും വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവരെ പ്രതിക്കൂട്ടിലാക്കി വലിയ പൊതുസമ്മേളനങ്ങൾ നടത്തി അങ്ങനെ വായിൽ തോന്നിയതെല്ലാം വിളിച്ചു പറഞ്ഞ് താൻ ഇടതുപക്ഷ ബന്ധം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണെന്നുള്ള പ്രഖ്യാപനവും നടത്തി തമിഴ്നാട്ടിൽ മാത്രം പ്രസക്തിയുള്ള DMK എന്ന പാർട്ടിയിൽ ചേർന്നത്. അൻവറിൻ്റെ DMK രൂപീകരണ യോഗത്തിൽ വണ്ടിയും വിളിച്ചാണ് അന്ന് തമിഴ്നാട്ടിലെ അണ്ണന്മാർ തമിഴ്നാട്ടിൽ നിന്നും മലപ്പുറത്തേക്ക് എത്തിയത്. ആ സമ്മേളന നഗരിയിൽ മുഴുവൻ DMKയുടെ കൊടിതോരണങ്ങൾ കൊണ്ട് അങ്ങനെ അലങ്കരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ തനിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആ പുറത്തുപോയ അൻവറിനെ ഇനി നിലം തൊടിയിക്കില്ല എന്ന വാശിയിലാണ് ശ്രീ പിണറായി വിജയൻ തൻ്റെ ഉറ്റ സുഹൃത്തും തമിഴ്നാട്ടിലെ ഇടതുപക്ഷ ചിന്താഗതിയുമുള്ള MK സ്റ്റാലിനെ കൊണ്ട് PV അൻവറിൻ്റെ ആ ചീട്ട് കീറിച്ചത്. ദേശീയ തലത്തിൽ ചില സന്ദർഭങ്ങളിൽ ഒരുമിച്ച് നിൽക്കുന്നവരാണ് ഈ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള MK സ്റ്റാലിനും ശ്രീ പിണറായി വിജയനും. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ വാക്കുകൾ സ്റ്റാലിൻ അങ്ങനെ തട്ടിക്കളയുകയുമില്ല. PV അൻവറിന് തങ്ങളുടെ DMKയുമായി ഇനി മുതൽ ഒരു ബന്ധവുമില്ല എന്നും ഇനി മേലാൽ DMKയുടെ കൊടിതോരണങ്ങൾ അൻവർ ഉപയോഗിക്കരുതെന്ന ആ കർശന നിർദ്ദേശവുമാണ് അന്ന് സ്റ്റാലിൻ നൽകിയത്. പ്രതിസന്ധിയിലായ PV അൻവർ ഇതിൻ്റെ ഇടയിലാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടന്ന ഇവിടെ എല്ലായിടത്തും തൻ്റെ പാർട്ടി മത്സരിക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചുവെങ്കിലും അവസാനം മുഖം രക്ഷിക്കുവാൻ ചേലക്കരയിൽ മാത്രം ഒരു ബലിയാടിനെ അങ്ങനെ കൊണ്ടുവന്ന മത്സരിപ്പിക്കുകയും വളരെ ദയനീയമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കേണ്ടിയും വന്നത്. അല്ലെങ്കിൽ തന്നെ അൻവർ വലിയ ധർമ്മസങ്കടത്തിലാണ്. ഇടതുമുന്നണിയിൽ നിന്നും പുറത്തു വന്നാൽ UDFിൽ ഇടം നൽകാമെന്ന് പറഞ്ഞവരൊക്കെ അവർ അവസാനം കാലുമാറിയിരിക്കുന്നു. ഇനി മുസ്ലിം ലീഗിൽ കയറിക്കൂടാമെന്ന അൻവർ തയ്യാറുമാണ്. പക്ഷേ അവിടെ കുറച്ചു പേർക്ക് അൻവർ മുസ്ലിം ലീഗിലേക്ക് വരുന്ന കാര്യത്തിൽ താല്പര്യമുണ്ടെങ്കിലും ചില യൂത്തന്മാർ അൻവറിനെ ഒരു കാരണവശാലും മുസ്ലിം ലീഗിൽ അടുപ്പിക്കരുതെന്ന പിടിവാശിയിലാണ്. സത്യത്തിൽ PV അൻവർ MLA അദ്ദേഹം ഏതു പാർട്ടിയിലും ചേരുവാൻ ഇപ്പോൾ തയ്യാറാണ്. ഇനി ഇവിടെയുള്ള BJPയിലാണെങ്കിൽ പോലും. പക്ഷേ ഇവിടെയുള്ള BJP അല്ല, അങ്ങ് കേന്ദ്രത്തിലുള്ള BJP എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാം. ആ ബന്ധം അൻവർ ഇപ്പോൾ ആഗ്രഹിക്കുന്നുമുണ്ട്.
പക്ഷേ പിന്തുണ കൂടുതൽ മുസ്ലിം സമുദായത്തിൽ നിന്ന് ആയതുകൊണ്ട് പരസ്യമായി BJPയെ അനുകൂലിക്കുവാനും അദ്ദേഹത്തിന് സാധ്യമല്ല. അങ്ങനെ വന്നപ്പോഴാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന ഒരാശയം ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ളത്. അതാകുമ്പോൾ അൻവറിന് എന്തുകൊണ്ടും നല്ലതുമാണ്. പക്ഷേ 10 അൻവർ കൂടുന്നതാണ് മമതാ ബാനർജി. നേരത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്ന അവർ പിന്നീട് അവരുമായി തെറ്റിപ്പിരിഞ്ഞ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കുകയും പശ്ചിമ ബംഗാളിലെ അധിപയായി തുടരുകയുമാണ്. മമതയെയും തൃണമൂലിനെയും ഒതുക്കാൻ BJPയും കോൺഗ്രസും CPMും കിണഞ്ഞു ശ്രമിച്ചിട്ടും ഒന്നും അവിടെ നടക്കുന്നുമില്ല. എന്തെല്ലാം പ്രതിസന്ധി ഈ കാലയളവിൽ അവിടെ ഉണ്ടായി. എന്നിട്ടും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അവർ ഒരേ സമയം എല്ലാ പാർട്ടികളുമായും എല്ലാ മുന്നണികളുമായും ബന്ധം സ്ഥാപിച്ചു തന്നെയാണ് അവരുടെ നിലനിൽപ്പ്. ഇപ്പോൾ നിലവിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിയിലാണെന്ന് അങ്ങനെയാണ് വെപ്പെങ്കിലും ചില നിർണായക ഘട്ടങ്ങളിൽ മമതാ ബാനർജിയെയും തൃണമൂൽ പാർട്ടിയെയും അങ്ങനെ ഇന്ത്യ മുന്നണിക്ക് കിട്ടാറില്ല. ഇപ്പോൾ പാർലമെൻറ്റ് സമ്മേളന കാലയളവിൽ ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം തയ്യാറാക്കിയ പ്രതിഷേധ പരിപാടിയിൽ നിന്ന് പോലും മമത അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. നേരത്തെ തന്നെ BJPയുടെ NDA മുന്നണിയിലായിരുന്ന മമതാ ബാനർജി NDA മന്ത്രിസഭയിലെ ഒരു അംഗവുമായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മമതാ ബാനർജിയും അവരുടെ പാർട്ടിയായ തൃണമൂൽ കോൺഗ്രസും എങ്ങോട്ട് തിരിയുമെന്ന് ഇപ്പോഴും പറയുവാൻ സാധ്യമല്ല. BJP പശ്ചിമ ബംഗാളിൽ ഗവർണറായി നിയമിച്ച മലയാളിയായ ആനന്ദ് ബോസുമായി നിരന്തരം ഏറ്റുമുട്ടിയിരുന്ന മമത ഇപ്പോൾ ആ ഗവർണറുമായി ഇപ്പോൾ നല്ല ബന്ധത്തിലാണത്രേ. ഇരുവരും പശ്ചിമ ബംഗാളിൽ നിരവധി പരിപാടികളിൽ അവിടെ വേദികളിൽ പങ്കെടുക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് മമതാ ബാനർജി ഇപ്പോൾ ഇന്ത്യ മുന്നണിയുമായി സഹകരിക്കാത്തതെന്നും മമതയും പാർട്ടിയും ഉടൻ തന്നെ NDA മുന്നണിയിൽ എത്തുമെന്ന് റിപ്പോർട്ടുകളുമുണ്ട്. അതിനു മുമ്പ് ഇപ്പോൾ മമത സഹകരിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യ മുന്നണിയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുവാനുള്ള ശ്രമത്തിലാണവർ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യ മുന്നണിയുടെ നേതൃത്വം താൻ ഏറ്റെടുക്കുവാൻ തയ്യാറാണെന്ന ഒരു സൂചനയുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. ഇന്ത്യ മുന്നണിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവായ ശരത് പവാർ ഈ ആശയത്തെ സ്വാഗതം ചെയ്യുകയും പിന്തുണയ്ക്കുകയും ചെയ്തു. NDA മുന്നണിക്കെതിരെ പല നീക്കങ്ങളും ഇന്ത്യ മുന്നണി ആവിഷ്കരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ മുടന്ത ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന മമതാ ബാനർജിയെ ഒരിക്കലും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വ സ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധിയോ അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയോ അടക്കമുള്ള കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കൾ അവർ അനുകൂലിക്കില്ല എന്ന തിരിച്ചറിവിൽ തന്നെയാണ് മമത ഇപ്പോൾ ഈ നിർദ്ദേശം ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അൻവറിൻ്റെ ഇപ്പോഴത്തെ തീരുമാനം നല്ലതാണെന്ന് പറയേണ്ടി വരും. വളഞ്ഞ വഴിയിലൂടെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധം സ്ഥാപിക്കുകയും ചെയ്യാം അൻവറിന്. തൃണമൂൽ കോൺഗ്രസ്സിന് ഇവിടെ ഈ കേരളത്തിൽ നിന്ന് ഒരു MLAയെ ലഭിക്കുകയും ചെയ്യും. തൃണമൂൽ നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന വിവരം PV അൻവറും തൃണമൂൽ നേതാക്കളും ഇപ്പോൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞു. അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് വ്യക്തമാക്കുകയും ചെയ്തു. ഇനി എന്നാണ് PV അൻവറിൻ്റെ ആ തൃണമൂൽ പ്രവേശനമെന്ന് കണ്ടാൽ മാത്രം മതി.